ഹലോ, നമുക്കിന്നൊരു കാർഡ്ബോർഡ് കൊണ്ടൊരു പെയിൻറ്റിങ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു വൃത്തമാണ് ആവശ്യം. ആ വൃത്തം വരച്ച് നമുക്ക് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന കാർഡ്ബോർഡ് കൊണ്ട് ഇതുപോലെ ഈ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുക. അതിനുശേഷം ആ വൃത്തത്തിനകത്ത് പശ തേക്കണം. പശ തേച്ചതിന് ശേഷം നമ്മൾ വെട്ടിവെച്ച് ആ ബാക്കി കാർഡ്ബോർഡിനെ അതിലേക്ക് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ യോജിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഭാഗങ്ങളെല്ലാം കത്തിരി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്തതിന് ശേഷം അതിനെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് പശ ആഡ് ചെയ്യുക. കുറച്ച് പശ, വെള്ളത്തിനനുസരിച്ച് പശ ആഡ് ചെയ്ത് നല്ലതുപോലെ അത് എന്തെങ്കിലും ഉപകരണം വെച്ച് ഒന്ന് കലക്കി കൊടുക്കുക. നല്ലതുപോലെ കലക്കി എടുക്കുക. എടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ വൃത്തത്തിൻ്റെ മുകളിൽ അതങ്ങ് വച്ചു കൊടുക്കുക. വച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പശവെള്ളം ഒരു പെയിൻറ്റിങ് ബ്രഷ് കൊണ്ട് ആ ടിഷ്യൂവിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അതിന് ശേഷം നമുക്കിനി പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ബ്രൗൺ കളറിലുള്ള പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഏത് പെയിൻറ്റും യൂസ് ചെയ്യാം. അങ്ങനെ ആ ബ്രൗൺ കളറ് ഞാൻ അതിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. ബ്രൗണും ബ്ലാക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പുഴയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു ഷേപ്പിൽ വെട്ടിക്കൊടുക്കുക. ബാക്കി വരുന്ന കാർഡ്ബോർഡിൽ നീല പെയിൻ്റ് അടിച്ച് ഇതുപോലെ വെട്ടിക്കൊടുക്കുക. പിന്നെ ഒരു വട്ട ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം. പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലും പിന്നെ ട്രയാങ്കിൾ ഷേപ്പിലും, അത് വീടിന് വേണ്ടിയിട്ടാണ്. എല്ലാം വെട്ടിയെടുത്തതിന് ശേഷം എല്ലാത്തിനും നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലൂവും റെഡും ഓറഞ്ചും യെല്ലോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണോ യൂസ് ചെയ്യാം. അതിന് ശേഷം അതിനെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഷേപ്പാണ്, ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. ടാറ്റാ.